ഈ കുഞ്ഞ് പോസിറ്റീവ് ആകുന്നതെന്ന് അറിയുന്നതിന് 4 ദിവസം മുന്നേ തൊട്ട് അവസാനം വരെ ഞാൻ എല്ലാ ദിവസവും ഒരു വചനം കൊച്ചിന് വേണ്ടിയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് എനിക്ക് ആ സമയത്ത് എവിടെ നിന്നോ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയൊക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണ്. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ് നീ നടക്കുന്നതെങ്കിലും നീ ഭയപ്പെടേണ്ട, കർത്താവിൻ്റെ ചെങ്കോലും കിരീടവും നിനക്ക് ആശ്വാസം നിനക്ക് ഉറപ്പേകും. അപ്പോൾ ഈ ഒരു വചനം ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആ പ്രഗ്നൻസി മുഴുവൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ 4 തവണ ഇങ്ങനെ പോയത് എന്തുകൊണ്ടാണെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനോ ഡോക്ടറിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, ആർക്കും സഹായിക്കാനും സാധിച്ചില്ല ഞങ്ങളെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. പക്ഷേ പ്രാർത്ഥന വഴി മാത്രമാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ എനിക്ക് 1 or 2 തവണ ഉടമ്പടി എടുത്ത് അല്ലെ പ്രാർത്ഥിച്ചിട്ട് പിന്നോട്ട് മാറുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ദൈവം നിങ്ങൾക്ക് തരും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്. ഇവക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നെയ്റാമ